അപ്പോൾ നമുക്കിന്നൊരു തട്ടിക്കൂട്ടൽ മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ഹലോ, ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നമ്മുടെ മാഹി തലശ്ശേരിയിൽ പൊറോട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 3-4 പച്ചമുളക്, ഒരു തക്കാളി ചിലപ്പോൾ ഇട്ടാൽ മതി. അധികം മുട്ടക്കറിക്ക് തക്കാളി ഇടലില്ല, പക്ഷെ ഞാൻ ഇട്ടിരുന്നു. ഒരു പകുതി ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റാൻ. പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടണം, കാരണം നമ്മൾ ഇതിലങ്ങനെ ചുവന്ന മുളക് കൂട്ടുന്നില്ലല്ലോ, മുട്ടക്കറി ആയതുകൊണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. റൊട്ടിക്കും ചപ്പാത്തിക്കെല്ലാം പെട്ടെന്ന് നമുക്ക് മടിയില്ലല്ലോ, ഒരു ദിവസം ചിക്കനും ബീഫൊന്നും ഇല്ലാത്തവരെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ കറി. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം വഴറ്റാൻ, എന്നിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാം. അപ്പോൾ ഇതിനിങ്ങനെ നന്നായിട്ട് വഴറ്റാൻ കുറേ സമയം നല്ലോണം ഉള്ളിയും പച്ചമുളകെല്ലാം നല്ലോണം വാടണം. അപ്പോൾ ആ വാട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് അതിൻ്റെ അരപ്പരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് വാട്ടുമ്പോൾ നല്ലോണം ഉള്ളിയും തക്കാളിയും പച്ചമുളകും വാടണം. പക്ഷേങ്കിൽ തക്കാളി അങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല, ഉടച്ച് വാട്ടാൻ പാടില്ല. പിന്നെ ഉടക്കാണ്ട് നല്ലോണം വാട്ടിയെടുക്കണം, കാരണം ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് വരും കറിക്ക്. നമ്മൾ മുളകിട്ടിട്ടുള്ള കറി പോലെ ഉണ്ടാവും. നമ്മളിതിൽ മുളകിടുന്നില്ലല്ലോ, മുട്ടക്കറിയല്ലേ, അപ്പം നല്ല ലൈറ്റ് യെല്ലോ കളർ തന്നെ വേണ്ടേ. അതുകൊണ്ട് ഉടക്കാണ്ട് നല്ലോണം വാട്ടിയെടുക്കാൻ ഈ മൂന്നും കൂടിയിട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇട്ടതെന്നുള്ളത് പറയാൻ എന്നോട് വിട്ടുപോയി. പിന്നെ ഞാനിപ്പോൾ ഇതിലിട്ടത് അരമുറി തേങ്ങയും, ഒരു ചെറിയ ടീസ്പൂൺ പെരുംജീരകം, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് അരച്ചത്. ഇത് ഞാൻ നല്ലോണം അരയണം മുട്ടക്കറി ആകുമ്പോൾ. പിന്നെ ഈ എന്താ പറയാൻ, എത്രത്തോളം നൈസായി കിട്ടുന്ന അത്രത്തോളം നൈസായിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്കിത് നേരത്തെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ കുറേ സമയമായി അരക്കുന്നു. എൻ്റെ മിക്സിക്ക് കുറച്ചൊരു തകരാറുണ്ട്, അരക്കില്ല, അതുകൊണ്ട് നേരില്ല. അപ്പോൾ ഇതിപ്പോൾ അരഞ്ഞിനെന്ന് തോന്നുന്നു. അതിപ്പോൾ അരച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ ലൂസ് നോക്കാം. അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ഒരു ഒത്ത കട്ടിയിലും ഒരൊത്ത ലൂസിലും ഇത് വേണം. അപ്പോൾ നമുക്കിതിപ്പോൾ മിക്സി കഴുകിയ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു തിള വരാൻ പോകുമ്പോൾ, അധികം തിളച്ചിക്കണ്ട, ഒരു തിള വരാൻ പോകുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിൽ നമ്മൾ 2 ആൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 2 മുട്ട ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അതിപ്പോൾ ഓരോരുത്തർ വീട്ടിലെ ആൾക്കനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ആളായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ 2 മുട്ട മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് തിള വരുന്നതിന് മുന്നേ മുട്ട ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. പിന്നെ തിള ഒന്ന് തുടങ്ങാൻ പോകുമ്പോൾ ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 2 മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഇത്. നല്ല നമ്മുടെ നാട്ടിൽ ഒറോട്ടിക്ക്, പിന്നെ ചപ്പാത്തിക്കെല്ലാം ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ് ഒറോട്ടിക്ക്. നമ്മളിവിടെ മാഹി തലശ്ശേരിയിലെല്ലാം ഇത് എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാക്കും. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ മീൻ ഇട്ടിട്ട് ഉണ്ടാക്കാൻ. പിന്നെ രാവിലെ ഈ മുട്ടക്കറി ആണ് വെച്ചത് രാവിലെ അധികം ഉണ്ടാക്കാൻ. രാത്രിയിലാകുമ്പോൾ നല്ല വലിയ കൊഞ്ചിന്, പിന്നെ എന്താ പറയുക, വലിയ മീൻ, അതിൽ ആഗോലി, കുറ എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ് ഇത്. അപ്പോൾ രാവിലെ തന്നെ അധികം ആളും അങ്ങനെ മീനിടാൻ നിൽക്കില്ല, രാവിലെ അധികം മുട്ട ഇട്ടിട്ട് തന്നെ. എങ്ങനെയായാലും ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മളെ നാട്ടിലല്ലാണ്ട് മറ്റുള്ള നാട്ടിലെല്ലാം ഇങ്ങനത്തെ ഒരു കറി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ എല്ലാവരും അറിയില്ലെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. ഒറോട്ടിയും മുട്ടക്കറിയും ഒറോട്ടിയും ചപ്പാത്തിയും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മളെല്ലാവരും വീട്ടിലും എന്തായാലും നമ്മളെ നാട്ടിലിത് എല്ലാവരും പരിപാടിക്ക് പോലും ഉണ്ടാക്കുന്നൊരു സാധനം ഇത്. മുട്ടക്കറി ഉണ്ടാക്കില്ല ഫങ്ഷനൊന്നും, അത് മീനോ കൊഞ്ചനെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാൻ. പിന്നെ മുട്ടക്കറി നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇറച്ചിയോ മീനൊന്നും ഇല്ലാത്തവരും പിന്നെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു
ഒരു മടി പിടിച്ചൊരു ദിവസമല്ലേ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ കറിയാണ് ഇത്. പിന്നെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ, ഒന്നുകിൽ ഈ അരി ഒറോട്ടിക്ക് അല്ലെങ്കിൽ ചപ്പാത്തി, ഇത് രണ്ടിനും നല്ല കോമ്പിനേഷൻ. ബാക്കി എല്ലാത്തിൻ്റെ കൂടെയും ഈ ആണം അത്ര വലിയ നല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മളെല്ലാവരും ഒന്നുകിൽ ചപ്പാത്തി ഇല്ലെങ്കിൽ ഒറോട്ടി, പിന്നെ അതിന് മാത്രമേ ആണം ഉണ്ടാക്കുള്ളൂ. ആണെന്ന് വെച്ചാൽ എന്താ പറയാൻ, ഇപ്പോൾ ഈ ഷെഫ് പിള്ളൻ്റെ നിറവാണെന്നെല്ലാം പറയുന്നില്ല, ചിലപ്പോൾ ഇതിൽ നിന്ന് വന്ന പേരായിരിക്കും. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ആവട്ടെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ.